ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കാസർഗോഡ് വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും ബേബിയും കൂടിയാണ് പോകുന്നത്. ഉച്ചയായപ്പോൾ തന്നെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിൻ 2:30 കേട്ടോ. അപ്പം അതുവരെ സമയം സ്പെൻഡ് ചെയ്യണം. അപ്പം നല്ലൊരു ഹോട്ടൽ നോക്കിയിട്ട് നമ്മൾ തിരഞ്ഞു നടക്കുകയാണ്. നോമ്പായതുകൊണ്ട് അത്യാവശ്യം തിരഞ്ഞു കേട്ടോ ഹോട്ടൽ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സിഗ്നേച്ചർ മെട്രോ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ കിട്ടി. നല്ല ഹോട്ടലായിരുന്നു. അവിടെ കയറിയിട്ട് നല്ല പതിയെ കാരണം നമുക്ക് സമയം തോനെയുണ്ടല്ലോ. മന്തിയും അതേപോലെ ബാർബിക്യൂ ചിക്കനും കൂടെ കഴിച്ചു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നല്ലൊരു ഫ്രഷ് ലൈമൊക്കെ കുടിച്ച് പയ്യായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ നടന്ന് ഒരു ജ്യൂസ് കടയിൽ എത്തിയിട്ടോ. അവിടെ നിന്ന് നമ്മൾ 2 ജ്യൂസ് വാങ്ങിച്ചാണ്ട് കുപ്പിയിലാക്കി. ഇനി ട്രെയിനിൻ്റെ അവിടെ നിന്നൊക്കെ കുടിക്കാമെന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ബാഗിലാക്കി നമ്മൾ പോകുന്നു കേട്ടോ. അതൊരു ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അപ്പം ഞാനിങ്ങനെ കുറേ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്. കാസർഗോഡ് പെണ്ണുങ്ങളെ കണ്ടുക. അപ്പം ഞാൻ കുറേ മൊഞ്ചത്തിമാരായിട്ടുള്ള അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്തിട്ടുള്ള പെൺകുട്ടികളായിട്ടാണ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ നോമ്പായേണ്ട തോന്നുന്നു മിക്കവാറും എല്ലാവരും പർദ്ദയിലായിട്ടാണ് നടക്കുന്നത്. പർദ്ദയിൽ സുന്ദരിമാരല്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇപ്പോൾ കാസർഗോഡ് നിന്ന് കുറേ വരുന്നുണ്ടല്ലോ. അപ്പം ഞാൻ അതാണ് പ്രതീക്ഷിച്ചത്. പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ നമ്മുടെ വന്ദേ ഭാരതായിട്ട് അവിടെ വന്നിരിക്കുന്നത്. നല്ല ചൂടായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ. അപ്പോൾ ട്രെയിൻ 2:30 പുറപ്പെടുക. 2:20 അതിൻ്റെ ഡോർ ഓപ്പൺ ആവുള്ളൂ കേട്ടോ. നമ്മൾ ഞെക്കിയും വലിച്ചൊക്കെ നോക്കി, എന്നാലും ഓപ്പൺ ആയില്ല. പിന്നെ 2:20 വരെ ഒരൊറ്റ പോസ്റ്റായിരുന്നു കേട്ടോ. ഇവിടെ ഭയങ്കര ചൂടും. എന്തായാലും കുറേ സമയം അവിടെ ഇരുന്നു. നമ്മുടെ പുറകിലെ വന്ദേ ഭാരതും ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗുഡ്സ് ട്രെയിൻ പോയി. ഭയങ്കര സ്പീഡിൽ കേട്ടോ, ഭയങ്കര സ്പീഡ്. നമ്മളെ പറത്തിക്കൊണ്ട് പോകുന്ന അത്രയും സ്പീഡ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും സ്പീഡിൽ പോകുന്ന ട്രെയിൻ കാണുന്നത്. എന്തായാലും നല്ല പൊടിക്കാറ്റൊക്കെ അടിച്ച് അതെന്തായാലും കടന്നുപോയി. കുറേ സമയയുടെ വായ നോക്കി അങ്ങനെ ഇരുന്നു. പിന്നെ 2:20 ഇപ്പോൾ കറക്റ്റ് ട്രെയിനിൻ്റെ വാതിൽ തുറന്നു. പിന്നുള്ള അടി വിൻഡോ സീറ്റിന് വേണ്ടിയിട്ടായിരുന്നു. എന്തായാലും അടിയിൽ ഞാൻ തന്നെ വിജയിച്ചു. അങ്ങനെ വിൻഡോ സീറ്റ് കിട്ടാതെ കുയിന്തിരിച്ചിരിക്കുകയാണ് ബേബി. അപ്പോൾ സീറ്റിൻ്റെ അടുത്ത് നമുക്കൊരു ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു, ഒരു ബോട്ടിൽ വാട്ടർ ഉണ്ടായിരുന്നു. എന്തായാലും ഇവിടെ പ്രാക്കൊണ്ടാ തോന്നുന്നു. വിൻഡോ സീറ്റിൽ ഭയങ്കര വെയിലായിരുന്നു, ആകെ മടുപ്പിച്ചു. പിന്നെ ഞാൻ ഓളം ചാരി കുറേ സമയം നിന്നു. പിന്നെ ടിക്കറ്റ് ചെക്കർ വന്നു, ടിക്കറ്റൊക്കെ കാണിച്ചു കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ കാഴ്ചകളൊക്കെ അങ്ങനെ നോക്കി. വെയിലാണെങ്കിലും കാഴ്ച കാണാനൊന്നും കുറവുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുറേ സമയം അങ്ങനെ കഴിഞ്ഞു. പിന്നെയാണ് ഞാൻ ഇതിൻ്റെ ഷട്ടർ കാണുന്നത്. അങ്ങനെ ആ കർട്ടൻ വലിച്ചിട്ടു. പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തപ്പോൾ വീണ്ടും കർട്ടൻ തുറന്നു നോക്കി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ സ്നാക്കിൻ്റെ ആൾ വന്നത്. അപ്പോൾ വന്ദേ ഭാരതത്തെ ഫുഡ് കഴിക്കാൻ ഒരാഗ്രഹം. അങ്ങനെ അത് 70 രൂപ കൊടുത്ത് വാങ്ങിച്ചതാട്ടോ. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, നമുക്ക് മുതലാവില്ല. പക്ഷേ ഒരു കൊതിയിൽ പുറത്ത് വാങ്ങിച്ചതാണ്. അങ്ങനെ ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കുറച്ച് ഇങ്ങനെ കഴിച്ചു. കിട്ടിയ സ്നാക്കിലേക്ക് ഇഷ്ടപ്പെടാത്ത സാധനം ഏതറിയോ? ഇത് പെട്ടെന്ന് കഴിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് മടുത്തു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ബേബി കോഫി ഉണ്ടാക്കി. ബേബിക്ക് പിന്നെ നല്ല കൈപ്പണിയായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കോഫി. പിന്നെ അപ്പോൾ തന്നെ കോഴിക്കോട് എത്തിട്ടോ.